കോടനാട് അഭയാരണ്യത്തിന്റെ അടുത്തേക്കടെ വന്നപ്പോഴാണ് ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് പിള്ളേര് കൈ കാണിച്ച് വിളിച്ചത് നമ്മളെ. അപ്പൊ ഇവിടെ എന്താ സംഭവം കണ്ടപ്പോ രസം തോന്നി നമ്മൾ നിർത്തിയപ്പോഴാണ് ഇവര് ഇവിടെ ചെറിയ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുവാണ്. സംഭാരം, അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത് മുതലായിട്ട് ഇവരൊരു ടീമായിട്ട് ഒരു വൻ സെറ്റപ്പ് ഒരു ഷോപ്പാണ് ഇവിടെ ഇവര് എന്താ പറയാ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കോടനാട്ടെ ബെസേലിയോ സൗഗെയിൻ സ്കൂളും അതുപോലെ തന്നെ ഇത് ഫിനാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു നല്ലൊരു പദ്ധതിയായിട്ട് അവധിക്കാലത്ത് എങ്ങനെ കുട്ടികളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാമെന്നും അവർക്ക് മണി മാനേജ്മെന്റിന്റെ പ്രഥമ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പദ്ധതി രൂപവൽക്കരിച്ചത്. കുട്ടികൾ ഒറ്റയ്ക്കല്ല, അവരുടെ പ്രിൻസിപ്പളും ഫിനാൻസ് സ്കൂളിന്റെ അധ്യാപകനായിട്ടുള്ള എൽദോമാഷും ഒക്കെ ഇവരുടെ ഒപ്പം ചേർന്ന് നിന്നാണ് ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികൾക്ക് ചുമ്മാ കട നടത്തിപ്പുകാരെന്നുള്ള റോളും മാത്രമല്ല, ഓരോരുത്തർക്കും പ്രത്യേക ചാർജുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ചെറിയ പോട്ടറി, സെറാമിക് ഐറ്റംസ്, അവല്, നാടൻ അവല്, സോപ്പ് ഒക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നാടൻ കാപ്പിയും നാടൻ പരിപ്പോടെയാട്ടോ, അതും ഇങ്ങനെ ഒരു സെറ്റപ്പിലിരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പോൾ ഈ അവധിക്കാലത്ത് നമ്മൾ അഭയാരണ്യം കാണാനും കോടനാട് കപ്രിക്കാടൊക്കെ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഈ ഒരു കട വിസിറ്റ് ചെയ്ത് അതൊന്ന് സക്സസ്ഫുൾ ആക്കി കൊടുക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ.